മിന്നു അച്ഛനാ ടിവിയുടെ റിമോട്ടിങ് എടുത്തു തന്നെ. മോളെന്താ മോളെ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണ? മോളിങ്ങനെ എന്റെ അടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. അരുന്ധതിയോ? മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എന്താ ചേട്ടാ, എന്തു പറ്റി? എടി എന്നോട് എന്താടി ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കണ? ഇതുവരെ അവൾ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ചേട്ടൻ വിഷമിക്കില്ലെങ്കിൽ ചേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഇവളാ പുറത്തു പോയിട്ട് വന്നില്ലേ, അത് കഴിഞ്ഞ് നമ്മളോട് ചോട്ട് പറഞ്ഞത് ഓർക്കണ്ട, ചോട്ട് പ്രേതത്തിനെ കണ്ടുന്ന്. അപ്പം നമ്മൾ ആരും വിശ്വസിച്ചില്ല, നമ്മൾ സ്വപ്നത്തിൽ പറയണേന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നണു അങ്ങനെ ഒരു പ്രേതം ഉണ്ടെന്ന്. അത് ഇവളുടെ മേത്ത് കയറിയിട്ടുണ്ടെന്നാ തോന്നണ. ഇവളവിടെ നിന്ന് വന്നേ പിന്നെ ഇവള് വേറൊരാളായിട്ടാണ് പെരുമാറണത്. എപ്പോഴും അരുന്ധതിയാണ് എന്നാണ് പറയണത് എപ്പോൾ ചോദിച്ചാലും. നമ്മളെന്താ ചേട്ടാ ചെയ്യണത്? എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. കൈയും കാലും തളർന്നു പോണു മനുഷ്യന്. നമുക്ക് ഇവിടെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയാലോ? മോളെന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണം? മോക്ക് എന്ത് പറ്റി? അച്ഛന്റെ മോൾ ഇങ്ങളുടെ അടുത്തേക്ക് വാ. ചേട്ടാ എന്ത് ചെയ്യും ചേട്ടാ? നമുക്ക് പള്ളിയിലച്ഛനെ ഒന്ന് പോയി കണ്ടാലോ? പള്ളിയിലച്ഛനെയൊക്കെ പോയി നമുക്ക് കാണാം. അതിനു മുമ്പ് നീ അവളുടെ കൂട്ടുകാരികളെ ഒന്ന് വിളിച്ചേ. എന്താണ് കാര്യം എന്നറിയണ്ടേ? ശരി ചേട്ടാ. ഹലോ മോളെ, ഇത് മിന്നുവിൻ്റെ അമ്മയാ സംസാരിക്കണേ. അന്ന് നിങ്ങൾ ആ ബീച്ചിൽ പോയില്ലേ? അന്ന് ബീച്ചിൽ പോയപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? എന്താ ആന്റി, എന്ത് പറ്റി? അത് പിന്നെ മോളെ, അന്ന് അവിടെ നിന്ന് വന്നതിന് ശേഷം അവളുടെ സ്വഭാവം ആകെ ഒരു വ്യത്യാസം പോലെ. അവളോട് ചോദിക്കുമ്പോൾ അവൾ ഞങ്ങളോട് കയർത്ത് കയറുന്നു. പിന്നെ അതേപോലെ അവൾ ഞങ്ങളെ ചീത്ത വിളിക്കുന്നു. പിന്നെ അവൾ പറയണത് അവൾ അരുന്ധതിയാണെന്നാ. ഞങ്ങൾ മിന്നുന്ന് വിളിക്കുമ്പോൾ അവൾ ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുക. അയ്യോ, അതെന്ത് പറ്റി ആന്റി അവൾക്ക്? അറിയില്ല കുഞ്ഞെ, അതറിയാനാ നിന്നെ ഞാൻ വിളിച്ചത്. നിനക്ക് വല്ലതും അറിയാവോന്ന് അറിയാനാ വിളിച്ചേ. അതാന്റി, അന്ന് ഞങ്ങളൊക്കെ കടലിലിറങ്ങിയപ്പോഴത്തേനും അവള് മാത്രം ഇറങ്ങിയില്ലായിരുന്നു. അവൾക്ക് വെള്ളം പേടിയാണെന്ന് പറഞ്ഞു അവള് മാറി നിന്നു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ അവൾക്ക് അവളുടെ ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഭംഗിയുള്ള കക്കകൾ പറക്കിയിട്ട് വരാം എന്ന് പറഞ്ഞവള് പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കുറെ നേരമായിട്ട് ഇവിടെ കാണാതെ ആയപ്പോഴത്തേനും ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോ അവളവിടെ ബോധമില്ലാതെ കിടക്കണതാ ഞങ്ങൾ കണ്ടത്. ഞങ്ങളപ്പോ അന്ന് കരുതിയത് അവളന്ന് രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പത്തേനും അങ്ങനെ വല്ല ബോധം കെട്ട് പോയതായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനി അവളവിടെ നിന്ന് വന്നേ പിന്നെ അവളുടെ കയ്യിലൊരു തിളങ്ങണ ഒരു വസ്തു ഉണ്ടായിരുന്നു അവളുടെ കയ്യില്. അത് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തൊരു സാധനമായിരുന്നു. എന്താണെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൾ എന്താന്ന് ഞങ്ങളോട് പറഞ്ഞൂല്ല. ആന്റി, അത് കണ്ടിട്ട് തന്നെ ഒരു പന്തി തോന്നുള്ളൂ ആന്റി. ആ സാധനം കണ്ടിട്ട് ആന്റി ഒന്ന് ആ സാധനം അവളുടെ കയ്യിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാന്നൊന്ന് നോക്കാവോ? ആ ശരി മോളെ, ഞാൻ നോക്കട്ടെ. എന്താടി, എന്താ കൊച്ചു പറഞ്ഞത്? അവള് ബീച്ചിൽ വെച്ച് ബോധം കെട്ട് വീണെന്നും പിന്നെ അവളുടെ കയ്യിൽ അത് കഴിഞ്ഞപ്പോൾ ഒരു തിളങ്ങണ വസ്തു ഉണ്ടായിരുന്നെന്നും ആ വസ്തു കണ്ടിട്ട് ആ കൊച്ചിനൊരു വശവശക്ക് തോന്നിയെന്നൊക്കെയാണ് ആ കൊച്ചു പറഞ്ഞത്. ചേട്ടാ, നമുക്ക് ആ സാധനം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടെന്നൊന്ന് നോക്കിയാലോ? ആ ശരിയടി, നീ വാ. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കും. വിഷമിച്ച് നിനക്ക് വല്ല രോഗം വരും. എങ്ങനെ വിഷമിക്കാതിരിക്കും ചേട്ടാ? നമ്മുടെ മോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് പേടിയാവണം. വാ, നമുക്കത് തപ്പിയിട്ട് വരാം. ദേ ചേട്ടാ, എനിക്കൊരു സാധനം കിട്ടി. ഇതാണെന്ന് തോന്നുന്നു. അത് എവിടെ നോക്കട്ടെ? നമുക്ക് ഇതും കൊണ്ടെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോയാലോ? ശരി ചേട്ടാ. എന്തു പറ്റി മക്കളെ? എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അച്ചോ, ഞങ്ങളുടെ ഇളയ മകള്
കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയതാ. അത് കഴിഞ്ഞ് വന്നേ പിന്നെ ആളുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്. കൂട്ടുകാരികളോട് ചോദിച്ചപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞത് അവിടെ അവൾ ബോധം കെട്ട് കിടപ്പുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ പിന്നെ ഒരു പ്രത്യേക തരം തിളങ്ങണ വസ്തു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ആ വസ്തു കിട്ടിയോ? അച്ഛാ, ഇതാ ആ സാധനം. ഈ സാധനം എടുത്തത് നിങ്ങളുടെ മകൾ അറിഞ്ഞിരുന്നോ? ഇല്ല അച്ചോ. എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ മകളെ ഈ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ശരി അച്ചോ.